ദൈവിക പദ്ധതിയുടെ അദൃശ്യകരം. ആർക്കും വേണ്ട എന്ന് പറയുന്നവരെ ദൈവത്തിന് വേണം. ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പലരെയും നിന്ദിച്ച് ബുദ്ധിയില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനേകരുണ്ട്. അവരെയൊക്കെ ദൈവം ഉയർത്തി. അവർക്ക് ഉയരണമെന്ന് ആഗ്രഹവുമുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഫ്ലോറൻസിൽ ജീവിച്ചിരുന്ന ഒരു മരപ്പണിക്കാരൻ്റെ മകന് പിതാവിൻ്റെ ആ തൊഴിലിനോട് വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. 12-ാമത്തെ വയസ്സിൽ ഫ്ലോറൻസിലെ കത്തീഡ്രൽ പണിയിൽ അപ്പനെ സഹായിക്കാൻ അവൻ ഒപ്പം പോകുമായിരുന്നു. ഒരിക്കൽ പണി കഴിഞ്ഞ് പോരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കുറേ കല്ലുകൾ ആ വഴിയരികിൽ കിടക്കുന്നത് അവൻ കണ്ടു. അടുത്ത ദിവസം രാവിലെ അപ്പൻ്റെ പണിയായുധമെടുത്ത് വഴിയരികിലിരുന്ന് ആ ബാലൻ ഓരോ കല്ലുകളും കൊത്തി രൂപപ്പെടുത്തി. ഒരു ദിവസം ഫ്ലോറൻസ് ഭരണാധികാരിയുടെ പ്രഭാത സവാരിയിൽ ഈ ബാലൻ ചെയ്യുന്ന ആ കൗതുകകരമായ പണി താൻ ശ്രദ്ധിച്ചു. ആകൃതിയില്ലാത്ത ഈ കല്ലുകൾ എന്തിനാണ് ഇവനിങ്ങനെ ഇരുന്ന് കുത്തുന്നത് എന്ന് രാജാവ് അവനോട് കൗതുകത്തോടെ ചോദിച്ചു. അവൻ മറുപടി നൽകി, പ്രഭോ, ഈ കല്ല് ആകൃതിയില്ലെങ്കിലും ഇതിൽ ഒരു മാലാഖ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിൽ മാലാഖയുടേതല്ലാത്ത ഭാഗം കുത്തി ചെത്തി കളഞ്ഞു കഴിയുമ്പോൾ ആ മാലാഖ അതിൽ നിന്നും പുറത്തു വരും. അവനിൽ ഇഷ്ടം തോന്നിയ രാജാവ് അപ്പൻ്റെ അനുവാദത്തോടെ അവനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ താമസിപ്പിച്ചു. അവിടെ അവനെ വിദ്യ അഭ്യസിപ്പിച്ചു. അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ വിശ്വപ്രസിദ്ധ കൽപ്പണികളാൽ ലോകത്തെ അവൻ അതിശയിപ്പിച്ചു. ഈ ബാലനാണ് പിന്നീട് റോമിലെ സിസ്റ്റൈൻ ചാപ്പൽ വളരെ മനോഹരമാക്കി തീർത്ത മൈക്കിൾ ആഞ്ചലോ എന്ന വിശ്വപ്രസിദ്ധ ചിത്രകാരൻ. ഒരു സാധു കുടുംബത്തിൽ ജനിച്ച ആ ബാലനെ ഫ്ലോറൻസോ ദി മോഡിച്ചി എന്ന രാജാവ് കാണുവാൻ ഇടയായതും അവൻ്റെ മറുപടിയും ആണ് ഇതിനെല്ലാം കാരണം. ഇതിനെയാണ് ദൈവിക പദ്ധതിയുടെ അദൃശ്യ കരങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ദർശനത്തിന് ഒരിക്കലും മങ്ങൽ ഏൽക്കാതെ ദൈവിക സാന്നിധ്യ അവബോധത്താൽ നാം മുന്നേറുന്നു എങ്കിൽ നമുക്കും ഉയർച്ചകളുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ ഇടയാകും. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ വഴിത്തിരിവായിത്തീരുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളിൽ ദൈവിക സാന്നിധ്യമുണ്ടെന്ന തിരിച്ചറിവ് നമ്മളിലെപ്പോഴും വാഴട്ടെ. ശില്പിയാം ദൈവം നമ്മെ പണിത് നല്ല രൂപമാക്കട്ടെ. നല്ല ശില്പികളായി തീരുവാൻ ദൈവം നമുക്ക് തന്ന കഴിവുകൾ അതിനായി ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യട്ടെ. ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ അതെന്ത് തന്നെ ആയാലും അതിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അനുഗ്രഹീതമായ നല്ലൊരു ദിവസം കൂടി ഞാൻ നേരുന്നു. God bless you. God bless you. God bless you all.